നെന്മാറയിലെ പൈതൃക കുടിവെള്ള പദ്ധതി പാഴ്ചെടികൾ മൂടി കിടക്കുന്നു. പാമ്പിന്റെയും ക്ഷുദ്രജീവികളുടെയും ശല്യം വർദ്ധിച്ചതായി സമീപവാസികൾ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയാണിത്. ഒരേക്കർ പ്രദേശത്താണ് 1924 സ്ഥാപിച്ച കുടിവെള്ള പദ്ധതി ഉപയോഗശൂന്യമായി കിടക്കുന്നത്. നെന്മാറ ബൈപ്പാസിനരികിലാണ് സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നത്. ആർ വിശ്വനാഥൻ ചെട്ടിയാർ ദിവാനായിരുന്ന കാലത്താണ് പദ്ധതി ആരംഭിച്ചത്. നെന്മാറ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും അന്ന് ഇതുവഴിയാണ് കുടിവെള്ളം നൽകിയിരുന്നത്. ജനറേറ്റർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഇരുമ്പ് ടാങ്കിൽ സൂക്ഷിച്ചാണ് വിതരണം നടത്തിയത്. IB പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലെ ടാങ്കും ഇപ്പോൾ തുരുമ്പ് കയറിയ അവസ്ഥയിലാണ്. പിന്നീട് പോത്തുണ്ടി കുടിവെള്ള പദ്ധതി വന്നതോടെ ഇത് പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. പദ്ധതി പൈതൃകമെന്ന നിലയിൽ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ 1924 നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഇവിടെ വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. നെന്മാറ, വല്ലങ്ങി ഈ ഭാഗത്തേക്കെല്ലാം വെള്ളം ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കുകയാണ്. സർക്കാർ ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല, നാമവിശാലമായി കിടക്കുകയാണ്. ഇതിനെ നിലനിർത്താനായിട്ട് വേണ്ട നടപടികൾ സർക്കാർ ഇതിൻ്റെ ഇതായിട്ടും നമ്മുടെ നെന്മാറ പഞ്ചായത്തും എല്ലാം ഇതിനെ നോക്കി കണ്ടുകൊണ്ട് ഇതിനെ വൃത്തിയാക്കി അതിനെ പൂർവികമായിട്ട് വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൽ നിന്നാണ് വെള്ളം എല്ലാ ജനങ്ങളും ഇവിടെ കുടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഇതൊക്കെ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തിയായി കിടന്ന സ്ഥലം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ആ ബിൽഡിംഗ് നാമവിശേഷമായി കിടക്കുകയാണ്. അതിനൊക്കെ സർക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയിലത്തെ വെള്ളം എല്ലാ സുഭിക്ഷമായി കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത് നാശമായി കിടക്കുന്നത്. അങ്ങനെ നാശമായി കിടക്കാൻ വിടാൻ പാടില്ല. നല്ല വൃത്തിയാക്കി ഇതിനെ സൂക്ഷിച്ച് വെക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. പുരാവസ്തുമാരിയാണ്. നമ്മൾ വന്ന് നോക്കിയാൽ തന്നെ അറിയാം. ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ 5 വയസ്സുള്ള സമയ കാലഘട്ടത്തിൽ, ഇപ്പോൾ എനിക്ക് 75 വയസ്സായി, 5 വയസ്സുള്ള കാലഘട്ടത്തിൽ ഇതിനകത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ മനുഷ്യന് ഇതിനകത്ത് കയറാൻ പറ്റാത്ത മാതിരിയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ചും നമ്മുടെ നെന്മാറ പഞ്ചായത്തും നമ്മുടെ MLA ബാബുവൊക്കെ ശ്രദ്ധിച്ച് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ദിവാൻ ഭരണകാലത്തുണ്ടായ ഒരു സംഭവമാണിത്. അദ്ദേഹത്തിന് വിശ്വാസം കിട്ടിയാൽ ദിവാനായി ഇവിടെ ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി ഈ നെന്മാറ പഞ്ചായത്തിലേക്ക് ആദ്യമായി കുടിവെള്ളം എത്തിച്ചത് ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്. ഈ വാട്ടർ അതോറിറ്റിയിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ നിന്നാണ് പമ്പ് ചെയ്തിട്ട് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുപോയി. അന്നൊന്നും ഹൗസ് കണക്ഷനൊന്നുമില്ല. പബ്ലിക് ടാപ്പിലേക്ക് വെള്ളം ഇതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ സംരംഭമാണ് ഇന്ന് വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. ഇത് നെന്മാറയിലും മറ്റ് പ്രദേശങ്ങളിലേക്കും ഒരു ഗുണകരമായ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് ഇവിടുത്തെ ഈ വാട്ടർ അതോറിറ്റീനെ വീണ്ടും പുനരുദ്ധരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.